വാട്ട് ഈസ് ഫ്രീക്വൻസി ഇൻ മാനിഫെസ്റ്റേഷൻ? സോ പലർക്കും വരുന്നൊരു ഡൗട്ടാണ്, എന്താണ് ഫ്രീക്വൻസി? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് അതൊരു ഫ്രീക്വൻസിയായി മാറുന്നത്. സോ ഈ ഫ്രീക്വൻസിയാണ് നമ്മുടെ റിയാലിറ്റി ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്നത്? ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ്സ്, അറ്റൻഷൻ, ഐഡന്റിറ്റി, ഇമോഷണലി ചാർജ് തോട്ട്സ്, കൺവിക്ഷൻ, ഫോക്കസ്, പെർസ്പെക്റ്റീവ്, എക്സ്പെക്ടൻസി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് കേൾക്കുമ്പോഴേ നമുക്കൊരു ഡൗട്ട് വരും, അയ്യോ ഇതൊക്കെ എങ്ങനെ, ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ എന്താ പറയാ മനസ്സിലാക്കും, ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊരു സംശയം എല്ലാവർക്കും ഇനീഷ്യലി ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊരു പെർട്ടിക്കുലർ കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ടോ, നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ഓൾഡ് ഫ്രീക്വൻസിയുടെ ട്രിക്കാണ്. കാരണം ഓൾഡ് ഫ്രീക്വൻസി ആണ് എന്തൊരു പെർട്ടിക്കുലർ കാര്യത്തിനെയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ന്യൂ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് പറയുവാണ്, ഓക്കെ ഇതെനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നതാണ് ന്യൂ ഫ്രീക്വൻസി. അപ്പോൾ ഓൾഡ് ഫ്രീക്വൻസി നടത്തുന്ന ഒരു പ്ലേ ആണ്. ഓൾഡ് ഫ്രീക്വൻസി നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്ലേ ആണത്. അയ്യോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റൂ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുന്നത് ഒക്കെ ഓൾഡ് ഫ്രീക്വൻസിയാണ്. സിംപ്ലിസിറ്റിയാണ് ന്യൂ ഫ്രീക്വൻസിയുടെ വേ. സോ ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വേറെ പല വീഡിയോസിൽ പറയുന്നതായിരിക്കും. പക്ഷേ റൈറ്റ് നൗ ഫ്രീക്വൻസി എന്ന കോൺസെപ്റ്റ് പലർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് ഹൈ ഫ്രീക്വൻസി എന്താണ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി എന്താണെന്ന്. ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത്രയും ലോ ലെവൽ ഇമോഷൻസ് നമ്മൾ എപ്പോഴും സ്പൈക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട സർക്കംസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വേഗം റിയാക്ട് ചെയ്യും അതിൽ. അപ്പം റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അപ്പം ലോ ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഞാനിവിടെ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ചാർട്ട് ഇടുന്നതായിരിക്കും, അപ്പം നിങ്ങൾക്ക് അത് കാണാം. സോ അപ്പം ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ് ഉള്ള കാര്യമാണ് നമ്മുടെ ഹൈ ഫ്രീക്വൻസി. പക്ഷേ പലർക്കും വരുന്നൊരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിചാരിക്കും നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഉള്ളിൽ സ്പൈക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ് വരുന്നത്. കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ വരുവാണ്, നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുവാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ ആകെ ഒരു ഇൻസ്റ്റേബിൾ അവസ്ഥയിലാവുകയാണ്. ഇങ്ങനെ പോസിറ്റീവ് ഇമോഷൻ സ്പൈക്ക് ചെയ്ത് ഇതിനെയാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു മാസ്ക് ഇടുവാണ്, പോസിറ്റിവിറ്റിയുടെ ഒരു മാസ്ക്. ഉള്ളിൽ നമുക്ക് ഇത് തോന്നുവാണ് ഒരു ബുദ്ധിമുട്ടൊക്കെ. അപ്പം അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റിതം ഉണ്ട് ലൈഫിന്. സോ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തോന്നുന്ന ഇമോഷൻ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. അപ്പം തന്നെ നമ്മൾ ആ ഒരു ഇമോഷൻ റിലീസ് ചെയ്യും നമ്മുടെ ഉള്ളിൽ നിന്ന്. എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ മെറ്റഫറിക്കലി പറയുവാണെങ്കിൽ, ആ പ്രശ്നം എന്താണോ അതിനെ നമ്മൾ സ്റ്റെയർ ചെയ്യുക, അതിനെ നോക്കുക. അല്ലാണ്ട് അതിൽ നിന്നിങ്ങനെ മാറി എന്താ പറയുക വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പൊയ്ക്കോളും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അവിടെ തന്നെ ഉണ്ട്. നമ്മളത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു സമാധാനം ലഭിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ നേരെ പോയിട്ട് പോസിറ്റീവ് ഇമോഷൻ എല്ലാം കൂടെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്യുന്നതല്ല ഹൈ ഫ്രീക്വൻസി. എപ്പോഴും പോസിറ്റീവ് ഇമോഷനിൽ നിൽക്കുക എന്നതല്ല. കാരണം പല സ്പിരിച്വൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾ ഭയങ്കര ഹൈ ഫ്രീക്വൻസിയിലാണ് എപ്പോഴും. അവരെപ്പോഴും അതാണ് സ്പിരിച്വൽ മാസ്ക്. അങ്ങനെ എപ്പോഴും ഇരിക്കുന്നത് ശരിയല്ല. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡെവലപ്മെന്റിന് ഒരിക്കലും അത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. സോ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആണ് എപ്പോഴും ഓർക്കേണ്ടത്. നോർമലൈസ് നോട്ട് ഫീലിംഗ് ഗുഡ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചില ദിവസങ്ങൾ ഇപ്പൊ അങ്ങനെ ആയിരിക്കാം. നമ്മൾ ഒരിക്കലും ഇതിലൂടെ നമ്മൾ പറയുന്നത് അതിൽ എന്താ പറയാ ഒരു അവയർനെസ്സും ഇല്ലാതെ ഇരിക്കുക എന്നതല്ല. ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമോഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ ആകെ ബുദ്ധിമുട്ടായി പോയല്ലോ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പോൾ അറിയാം. ആ ഇമോഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുക. ആ ഒരു ഇമോഷൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് എനിക്കൊരു കുറച്ചൊരു പ്രഷർ തോന്നുന്നുണ്ട് എന്ന് തോന്നിയതിന് ശേഷം അത് അപ്പം തന്നെ നമ്മൾ അതിനെ ഒന്ന് അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് റിലീസാവും, ആ ബോട്ടിലപ്പ് ആയിട്ടുള്ള ഇമോഷൻ, നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ അത് അക്നോളജ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ന്യൂട്രലൈസ് ആവാം. ന്യൂട്രലൈസ് എങ്ങനെയാവുന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ അഫേം ചെയ്യുക. ചുമ്മാ ഈ 100x മിററിൽ നോക്കി പറയുന്ന ടൈപ്പ് അല്ല, ജസ്റ്റ് 2-3 തവണ നമ്മൾ അതിനനുസരിച്ചുള്ള ഞാൻ ഇപ്പം ന്യൂട്രലൈസ് ആണ്, ചില്ലാണ്, കുഴപ്പമില്ല, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണെന്ന് പറയാം. എന്നിട്ട് വേണം നമ്മൾ പോസിറ്റീവ് ഇമോഷൻ സ്പൈക്ക് ചെയ്യാൻ. കാരണം നെഗറ്റീവ് ഇമോഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരെ ഒരു പോസിറ്റീവ് ഇമോഷനിലോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനർജറ്റിക്കലി ഭയങ്കര ഒരു വലിയ ജമ്പാണ്. സോ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നും ഉള്ളില്. അത്രയൊക്കെയുള്ള കൺവിക്ഷൻ നമുക്ക് ആ ഒരു ടൈമിൽ വരില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇതൊരു പെൻഡുലം പോലെയാണ്. നമ്മൾ അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോവുക, ഇതിങ്ങനെ സ്വിങ് ചെയ്ത് പോവുക ചെയ്യാനല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ അതിലൊന്ന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാം, ന്യൂട്രലൈസ് ചെയ്യാം. പോസിറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്താലും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആ നെഗറ്റീവ് ഇമോഷൻ വന്നു, ആ സിറ്റുവേഷനിൽ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് കുറച്ചൊരു സമാധാനം, ഒരു സന്തോഷം ലഭിക്കാൻ നമ്മൾ പോസിറ്റീവ് ഇമോഷൻ സ്പൈക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് ന്യൂട്രലൈസിൽ തന്നെ എത്തണം. അപ്പോഴാണ് അതൊന്ന് സ്റ്റേബിൾ ആവുന്നത്. കാരണം നെഗറ്റീവ് ഇപ്പോൾ ഇമോഷൻ വരുന്നത് നമ്മൾ എപ്പോഴും അതിന് കൊടുക്കുന്ന പേഴ്സ്പെക്റ്റീവ് ആണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. കാരണം നെഗറ്റീവ് ഇമോഷൻസ് എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ പറയണു, ഷെടാ ഞാൻ നല്ല പോസിറ്റീവിലായിരുന്നു, ഇത് വന്നല്ല, ഇത് ആകെ ഒരു ബുദ്ധിമുട്ടായല്ലോ, ഇപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയൊക്കെ ഒരു സംഭവം നമുക്ക് തോന്നും. പക്ഷെ അതല്ല, നമ്മൾ ആ ഒരു നമ്മളൊരു പെർട്ടിക്കുലർ അഡ്വേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിന് നമ്മൾ അതിനെ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ഡിസയർ റിയാലിറ്റിയിലോട്ട് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ഇമോഷൻസ് ഇപ്പം നമുക്ക് വരുമ്പോൾ ആക്ച്വലി അത് നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസിനെ കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യുവാണ്, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കുവാണ്. നമ്മുടെ ലൈഫിന് എന്താ പറയുക ഡിഫറെൻറ്റ് സ്പെക്ട്രംസ് കൊടുക്കുവാണത്. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് അതാണ്. നമ്മളതിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ നോർമലൈസ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് അബ്നോർമലായി മാറും. അബ്നോർമൽ ആവുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അതിന് ഇൻറ്റൻസ് ആയിട്ട് എനർജി കൊടുക്കുക. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ, ഈ ഇപ്പോൾ എന്താ പറയുക സാധാരണ ആൾക്കാർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നത്. ആകെ ഈ നെഗറ്റീവ് ഇമോഷൻ നമ്മൾ സ്പൈക്ക് ചെയ്യുന്നു, ഇത് ആകെ ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയുന്നു. അവസാനം ആ ഇമോഷൻ മാഗ്നിഫൈ ആവുന്നു. യൂണിവേഴ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ വരും. അതിങ്ങനെ 2x ആയി 3x ആയി ഇങ്ങനെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ സർക്കംസ്റ്റൻസസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. സോ അതല്ല ആക്ച്വലി നമുക്ക് വേണ്ടത്. നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാം, നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യുക. നോർമലൈസ് എങ്ങനെ ചെയ്യാം? നമ്മൾ നല്ലൊരു പേഴ്സ്പെക്റ്റീവ് അതിന് കൊടുക്കണം. അത് കാരണമാണ് അപ്പോൾ വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുന്നില്ല അവിടെ. നമ്മൾ നെഗറ്റീവ് എന്ന് ന്യൂട്രലൈസ് ആവുന്നു, പോസിറ്റീവ് ആവുന്നു. അല്ലാതെ കാരണം എന്താ പറയുക, ഈ ഒരു നേച്ചറിന്റെ ലോയിന് എഗൻസ്റ്റ് ആണ് എപ്പോഴും നമ്മളിങ്ങനെ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുക എന്നത്. കാരണം നേച്ചർ അങ്ങനെയല്ല വർക്ക് ആകുന്നത്. നമുക്കറിയാം നേച്ചർ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഒരു കൊട്ട് നമുക്ക് നൽകും. കാരണം അതൊരു ലോ ആണ്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സോ നമ്മൾ നല്ലൊരു ഹൈയിൽ കയറുന്ന ടൈമിൽ യൂണിവേഴ്സ് നമുക്കൊരു കൊട്ട് തരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്, നമ്മൾ ആ ഒരു നമ്മുടെ ന്യൂ ഫ്രീക്വൻസിയിൽ നമ്മൾ ഉറച്ചു നിൽക്കൂ എന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഹൈ ഫ്രീക്വൻസിയും നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയുമായിട്ട് കോറിലേഷൻ ഇല്ല. കാരണം നമുക്കറിയാം ഇപ്പം ചില ആൾക്കാരുണ്ട്, അവരൊരു എന്താ പറയുക അത്ര നല്ല ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു ഡിസൈർഡ് റിയാലിറ്റി ഉണ്ട്. അവരങ്ങനെ ഹൈ ഫ്രീക്വൻസി വ്യക്തികളെ അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസൈർഡ് റിയാലിറ്റിക്കുള്ള ഫ്രീക്വൻസി എംബോഡി ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലാതെ അവർ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ടല്ല. ഇപ്പൊ നിങ്ങളുടെ ഡിസൈർഡ് റിയാലിറ്റി ഹൈ ഫ്രീക്വൻസി ആവുക എന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്പൈക്ക് ചെയ്യാം. എന്താ പറയാ, നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതല്ല, നിങ്ങളുടെ ഡിസൈർഡ് റിയാലിറ്റി എന്താണോ ആ ഒരു ഫ്രീക്വൻസിയാണ് എംബോഡി ചെയ്യുന്നത്. സോ അതിന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്.
അറ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി നമ്മൾ ഈ ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കിനെ പറ്റി തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. ബട്ട് റൈറ്റ് നൗ ഞാൻ ബ്രീഫ്ലി കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറയുകയാണ്. അറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ എന്താ പറയുക, ഈ വേൾഡ് റൺ ചെയ്യുന്നത് തന്നെ അറ്റൻഷനിലാണ്. സോ നമ്മൾ എന്തിനാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അലൈൻ ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. അതവിടെ ഗ്രോ ചെയ്യുവാണ്, അവിടെ എനർജി ഫ്ലോ ചെയ്യുവാണ്. അതാണ് അറ്റൻഷൻ. ബിലീഫ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. കാരണം ബിലീഫ് ശരിയല്ലെങ്കിൽ ഇതൊന്നും വർക്കാവത്തില്ല. ബിലീഫ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കുന്നു. പിന്നെ എന്താ പറയാ, നമ്മൾ ആ ഒരു നമ്മുടെ തോട്ട്സ് നമ്മൾ അതിനനുസരിച്ച് ചാർജ് ചെയ്യുവാണ്, ഇമോഷണൽ ചാർജ്. അപ്പൊ ബിലീഫ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ് ഇതിന്റെയൊക്കെ. അപ്പൊ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ബിലീഫ്സ് വെക്കാം. നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിക്ക് ഇപ്പൊ നമ്മളിപ്പോ ഡിസിപ്ലിൻഡ് ആകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആകണം. എന്നാൽ മാത്രം നമ്മൾ മൈൻഡിൽ അതാണ്, നമ്മളത് അഫേം ചെയ്താൽ മാത്രമേ നമുക്ക് ആകാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരിക്കലും അത് പറ്റില്ല. യു മസ്റ്റ് ഓൾറെഡി ഹാവ് സംതിങ് ബിഫോർ യു ഗെറ്റ് ഇറ്റ്. അതാണ്. പിന്നെ ഉള്ളതാണ് ബിലീഫ് പറഞ്ഞു, അറ്റൻഷൻ പറഞ്ഞു, പിന്നെയാണ് ഇമോഷണലി ചാർജ്ഡ് തോട്ട്സ്. ഇമോഷൻസ് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് വേണ്ട ഡിസൈർഡ് റിയാലിറ്റിക്ക് വേണ്ട ഇമോഷൻസ് എന്താണോ അത് നമ്മൾ വളരെ ഇൻറ്റൻസ് ആയിട്ട്, വളരെ വിവിഡ് ആയിട്ട്, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ലൈ ഡൗൺ ചെയ്യുക. ഒരു 5 to 10 minutes നമ്മൾ ലൈ ഡൗൺ ചെയ്യാം. ചില്ലായതിനു ശേഷം നമുക്ക് വേണ്ട ഡിസൈർഡ് റിയാലിറ്റി ലഭിച്ചതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുവാണ്, ഇത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഓഡിയോ, ആ ഒരു ഡീറ്റെയിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു ഓഡിയോ, ആ ഒരു വിഷ്വല് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും ഇമോഷൻ നമ്മുടെ ഉള്ളിൽ സ്പൈക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഇമോഷണലി ചാർജ്ഡ് തോട്ട്സ്. അവിടെ വിഷ്വലൈസേഷൻ ആണ് സംഭവിക്കുന്നത്. കാരണം അവിടെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ഇമോഷൻ സ്പൈക്ക് ചെയ്യുന്നു. നമ്മൾ കണ്ണടച്ച് 5 to 10 minutes റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സീൻ എന്ന് പറയുന്നത് 10 seconds ആയിരിക്കണം. അതിങ്ങനെ ലൂപ്പ് ചെയ്യുക, ഒരു 5 to 10 seconds ലൂപ്പ് ചെയ്ത് നമുക്ക് സ്ട്രെയിൻ തോന്നുന്ന ടൈമിൽ നമ്മളത് നിർത്തുക. നമ്മൾ നമ്മുടെ ഡിസൈർ റിയാലിറ്റിയിലാണ്. അത് എംബോഡി ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് പറയുന്നത്, ഫ്രീക്വൻസി. സോ അതിൻ്റെ മെയിൻ്റനൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു തരുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്താൽ, ഈ ഒരു ഫ്രീക്വൻസി പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഡെയിലി, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു എന്താ പറയുക 1 week, 5 days, 1 day അങ്ങനെയൊന്നുമല്ല. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഇത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഡെയിലി നമ്മളത് എംബോഡി ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി ലഭിക്കൂ. സോ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ബിലീഫ്, അറ്റൻഷൻ, ഇമോഷണലി ചാർജ് തോട്ട്സ്, ഐഡന്റിറ്റീസ്. സോ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓൾഡ് ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യണം. കാരണം എന്താ, ഓൾഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഓൾഡ് ഫ്രീക്വൻസിയാണ്. സോ ഓൾഡ് ഫ്രീക്വൻസി മാക്സിമം അതിങ്ങനെ സ്റ്റാർവ് ചെയ്തിരിക്കുവാണ് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ. കാരണം ഈ ഐഡന്റിറ്റീസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോരോ എൻറ്റിറ്റീസ് ആണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ നോക്കും. അതിന് അറ്റൻഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെ സർവൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇമോഷനും തോട്ട്സുമാണ്. അപ്പൊ അതിങ്ങനെ നമ്മൾ നിന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ അതെങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴാണ് അത് പിന്നെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുക. ഓൾഡ് ഫ്രീക്വൻസി നമ്മളല്ല എന്ന് മനസ്സിലാക്കുക. അതിങ്ങനെ ഓരോരോ ട്രിക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ന്യൂ ഐഡന്റിറ്റി എംബോഡി ചെയ്യുക, ന്യൂ ഫ്രീക്വൻസി. അതാണ് ഐഡന്റിറ്റി. പിന്നെയുള്ളത് കൺവിക്ഷൻ. കാരണം കൺവിക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം കൺവിക്ഷൻ ഇല്ലാണ്ട് ഈ പറഞ്ഞെല്ലാം, ബിലീഫ് ഫൗണ്ടേഷൻ ആണ്. എന്നാൽ പോലും ബിലീഫ് ഉണ്ടെങ്കിൽ പോലും കൺവിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. കാരണം ബിലീഫിലും നമുക്ക് കൺവിക്ഷൻ വേണം. ഇപ്പോൾ ഒരു ബിലീഫ്, ഇപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യും, അപ്പം അതൊരു ബിലീഫാണ്. അതിലിപ്പോൾ എനിക്ക് കൺവിക്ഷൻ ഇല്ല, എനിക്ക് ആ ബിലീഫിൽ വിശ്വാസം ഇല്ല എങ്കിൽ ഒന്നും മാനിഫെസ്റ്റ് ആവാൻ പോകുന്നില്ല. സോ കൺവിക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ഫ്രീക്വൻസിയിൽ കൺസിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കൂടെ എന്താ പറയുക ഹോൾഡ് ചെയ്യുന്നത്.
അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമാണ് ബിലീഫിന് പോലും ആ ഒരു എന്താ പറയാ ആ ഒരു ലൈഫ് കിട്ടുന്നത്. ബിലീഫ്, ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും ആ ഒരു ലൈഫ് കിട്ടുന്നത് കൺവിക്ഷൻ ആണ് ആ ഒരു ചാർജ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇതാണ് നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. സോ നമുക്ക് എപ്പോഴും ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കും, ഇത് എന്ത് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓൾഡ് ഫ്രീക്വൻസി നമ്മൾ ട്രിക്ക് ചെയ്യും. അതിലൊന്നും നമ്മൾ ഫോളോ ആകരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈർ റിയാലിറ്റിക്ക് അനുസരിച്ചുള്ള ഫ്രീക്വൻസി എങ്ങനെ എംബോഡി ചെയ്യാം എന്ന് നമ്മളൊരു പേപ്പറിലെടുത്ത് നമ്മളൊന്ന് എഴുതി നോക്കുക. എന്ത് ഐഡന്റിറ്റി ആയിരിക്കണം ഞാൻ എംബോഡി ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളിലായിരിക്കണം ഞാൻ അറ്റൻഷൻ കൊടുക്കേണ്ടത്, എന്ത് ബിലീഫ് ആയിരിക്കണം എനിക്ക് ഉണ്ടാകേണ്ടത്, ഞാൻ ഇതിലൊക്കെ കൺവിക്ഷൻ, എന്നിട്ട് ലാസ്റ്റ് ഇതിലൊക്കെ കൺവിക്ഷൻ കീപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ താങ്ക് യു.